നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ഡിജിപി. കവടിയാറിലെ വീട് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ. ഡിജിപി നേരിട്ട് എഡിജിപിയുടെ മൊഴിയെടുക്കും. എഡിജിപിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഘടകകക്ഷികൾ കടുത്ത അതൃപ്തി. അജിത് കുമാറിനെ മാറ്റാത്തതിൽ ധാർമ്മിക പ്രശ്നമുണ്ടെന്ന് സിപിഐ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ റിപ്പോർട്ട്. വരുന്നവരെ എന്തിന് കാത്തിരിക്കണമെന്നും ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി സർക്കാർ. SITയുടെ നിർണായക യോഗം ഇന്ന് 10:30 പോലീസ് ആസ്ഥാനത്ത്. ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യയും ഒമർ ലുലുവും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിന്റെ കണ്ണീരോർമ്മയായി വയനാട്ടിലെ ജെൻസൺ. അപകടത്തിൽ പൊലിഞ്ഞ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് ആണ്ടൂരിൽ. തനിച്ചായ ശ്രുതിയുടെ സങ്കടത്തിൽ ഒപ്പം ചേർന്ന മലയാളികൾ. ആലപ്പുഴയിലെ വയോധികയുടെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ. കൊലപാതകം നടന്നത് വൈകിട്ട് 6 മണിയോടെയെന്ന് പോലീസ്. സുഹൃത്തായ അജയനെ കുഴിയെടുക്കാൻ മാത്യു വിളിച്ചു വരുത്തി. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി വിഷം കഴിച്ച നിലയിൽ. പ്രതി സൈമണെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപം. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരം. സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനൊപ്പം തമിഴ്നാട്, ആന്ധ്ര, കർണാടക, പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരും. വിശദമായി നോക്കാം. എഡിജിപി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ PV അൻവർ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡിജിപി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡിജിപി നേരിട്ട് എഡിജിപിയുടെ മൊഴിയെടുക്കും. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ഇതാ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന് സാഹചര്യം? എഡിജിപി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ നൽകിയിരിക്കുകയാണ് ഡിജിപി. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇങ്ങനെ തുടങ്ങി PV അൻവർ MLA ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡിജിപി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡിജിപി നേരിട്ട് എഡിജിപിയുടെ മൊഴി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എഡിജിപിയുടെ നീക്കങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി അൻവർ MLA ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. കവടിയാറിലെ വീട് ഉൾപ്പെടെയുള്ള കവടിയാറിൽ എഡിജിപി കൊട്ടാരം പണിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത്രമാത്രം സെന്റിന് വിലയുള്ള കവടിയാറിൽ വലിയ ഒരു വീട് എഡിജിപി അതിന്റെ പണി നടക്കുകയാണ്. അതടക്കം ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് DGP എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വിജിലൻസ് അന്വേഷണം DGP ശുപാർശ ചെയ്തിട്ടുണ്ട്. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ PV അൻവർ MLA DGP M.R. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി നമ്മുടെ DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP നേരിട്ട് ADGPയുടെ മൊഴിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.
ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി DGP ശുപാർശ ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും സർക്കാർ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതാണ്. ADGPക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോഴിതാ വിജിലൻസ് അന്വേഷണം കൂടി ശുപാർശ വന്നിരുന്നു. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും വിജിലൻസ് അന്വേഷണം കൂടി വരുന്നു. എന്താണ് അതിന്റെ സാഹചര്യം? MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA ആയ PV അൻവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബ് തന്റെ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ മലപ്പുറം പോലീസിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറായി. SP ഉൾപ്പെടെയുള്ളവരെ മാറ്റി. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ MR അജിത് കുമാറിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിന് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. അതായത് അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് എന്ന തരത്തിലേക്കായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിശദീകരണങ്ങൾ. പക്ഷേ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തിന് കൂടി അദ്ദേഹം ശുപാർശ ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ സ്ഥലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര വസതിക്ക് പണം കണ്ടെത്തിയത് എങ്ങനെയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് അദ്ദേഹം മറ്റു തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. നേരിട്ട് ADGPയുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുന്നണിയിലെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ ഘടകകക്ഷികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ വലിയ ധാർമ്മിക പ്രശ്നമുണ്ടെന്നാണ് ഇപ്പോൾ CPI അടക്കമുള്ള പാർട്ടികളുടെ നിലപാട്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ എന്തിന് കാക്കണമെന്നാണ് ചോദ്യമുയരുന്നത്. സംരക്ഷണം അധികം തുടർന്നാൽ കൂടുതൽ പ്രതികരണങ്ങൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി RSS വിരുദ്ധ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്ന മുഖ്യമന്ത്രിയാണ് ഒരു വശത്തുള്ളത്. ഒപ്പം ഇടതുമുന്നണിയുടെ മുദ്രാവാക്യം പോലും ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുകയാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ. എന്താണ് ഘടകകക്ഷികളുടെ നിലപാട്? RSSനും സർക്കാരിനും ഇടയിലുള്ള പാലമാണ് MR അജിത് കുമാർ എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ മുന്നണികൾ ഈ ഒരു വിവാദത്തിൽ MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി കണ്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ അതിനുശേഷവും അജിത് കുമാർ പദവിയിൽ തുടരാൻ അനുവദിക്കുന്നതിനെതിരെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുന്നണി യോഗത്തിൽ അടക്കം ഓരോ മുന്നണികളുടെയും പ്രതിനിധികൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പ്രധാനമായി അമർഷം അറിയിച്ചിരിക്കുന്നത് CPI ആണ്. സ്വാഭാവികമായി ഈ കാര്യത്തിൽ അതായത് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിക്കുന്നത് ഇടതുമുന്നണിയുടെ മുമ്പോട്ട് വെക്കുന്ന നയസമീപനങ്ങളെയും ആശയങ്ങളെയും വരെ ദോഷകരമായി ബാധിക്കും. അതിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിലേക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് CPIയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം മുന്നണി യോഗത്തിലടക്കം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അജിത് കുമാർ പദവിയിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത അമർഷവുമായി വലിയ വിമർശനവുമായി മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൂടി രംഗത്തെത്തുന്ന പശ്ചാത്തലമുള്ളത്. തുടർന്നും അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അവിടെ കൃത്യമായ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകും. ഒരുപക്ഷെ മുന്നണിയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കേണ്ട എന്ന ഒരു വിചാരത്താൽ ആയിരിക്കാം പരസ്യ പ്രതികരണങ്ങൾക്ക് പല നേതാക്കളും തയ്യാറാകാതെ. നമുക്കറിയാം RSS ഉന്നതരെ ഊഴം വെച്ച് കാണുന്നയാളെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ADGPയെ കഴിഞ്ഞ ദിവസം പരോക്ഷമായി വിമർശിച്ചത്. ഏറ്റവും പ്രധാനമായി ഇനിയും ഇത്തരത്തിൽ സംരക്ഷിച്ചു നിർത്തൽ തുടരുകയാണെങ്കിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മുന്നണിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന് നമ്മൾ വിലയിരുത്തണമോ? ഡാൻ,
പൊട്ടിത്തെറിയിൽ നിന്നും നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായി മുന്നണിയാകുമ്പോൾ അഭിപ്രായങ്ങൾ പലതുണ്ടാകും. അവിടെ അഭിപ്രായ സമന്വയത്തിലൂടെയാകും തീരുമാനങ്ങളിലേക്ക് എത്തുക. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം വിമർശന വിധേയമാകുന്നു. അതാണ് നമ്മൾ കൃത്യമായി പറയേണ്ടത്. അതായത് LDF-ലെ പ്രധാനപ്പെട്ട മുന്നണിയായ CPM ഇവിടെ കൃത്യമായി MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ PV അൻവറിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അൻവർ ഇത്തരം ആക്ഷേപങ്ങളുമായി മുമ്പോട്ട് വരുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു കേട്ടതാണ്. സ്വാഭാവികമായി ഇത്രയധികം വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം ആർക്കുമില്ല. അവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ആദ്യഘട്ടത്തിലെടുത്ത നിലപാടുകൾ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയ പ്രതികരണങ്ങൾ. അതായത് അവിടെയെല്ലാം അവർ കൃത്യമായി പറഞ്ഞത് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്, അവിടെ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ്. സ്വാഭാവികമായി അത് കണക്കിലെടുത്തുകൊണ്ട് അത്തരമൊരു അന്വേഷണം നടത്താൻ ഇനി അവർ തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ശരി, അതാണ് സാഹചര്യം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറി സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കിടേശനാണ് റിപ്പോർട്ട് കൈമാറിയത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പോർട്ട് കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. രാവിലെ 10:30 തിരുവനന്തപുരത്താണ് യോഗം ചേരുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമടങ്ങുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനമാണ് സർക്കാർ കേട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, പ്രധാനമായും പൂർണ്ണരൂപം റിപ്പോർട്ടിന്റെ പൂർണ്ണ പതിപ്പ് സർക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറി. ഇന്ന് അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്നു. ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡാൻ? കഴിഞ്ഞ ദിവസം ഈ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്ത് തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇടുക്കത്തിലുള്ള നീക്കങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കിടേഷ് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നത്. മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഘത്തിലുണ്ട്. പക്ഷേ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് തിടുക്കത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അവർ കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർണായകമായ വിശദാംശങ്ങൾ മുഴുവനടങ്ങിയ റിപ്പോർട്ടിന്റെ പകർപ്പ് അത് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അവിടെ അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അതിലെ വിശദാംശങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുക. എന്തായാലും ആരോപണ വിധേയരായിട്ടുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം WCC അംഗങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൊഴി നൽകാൻ പലരും തയ്യാറാകാതിരിക്കുന്നതിന്റെ കാര്യം, ഈ മൊഴി നൽകി കഴിഞ്ഞാൽ അവരുടെ വിശദാംശങ്ങൾ, അവരുടെ സ്വകാര്യത ഹനിക്കപ്പെടും, വേട്ടയാടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിൽ അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് ധൈര്യമായി അവർ കടന്നു വരാൻ തയ്യാറാകാതിരിക്കുന്നതെന്നാണ്. അവിടെയാണ് വളരെ സൂക്ഷ്മതയോടെ കൃത്യമായി അതീവ രഹസ്യമായി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജസ്റ്റിസ് ഹേമ തനിയെയായിരുന്നു. ഒരു സ്റ്റെനോഗ്രാഫറുടെ പോലും സഹായമില്ലാതെയായിരുന്നു അതിന്റെ സൂക്ഷ്മതയും സ്വകാര്യതയും നിലനിർത്തേണ്ടതിന് വേണ്ടി, അതിന്റെ ജാഗ്രത ഉൾക്കൊണ്ടുകൊണ്ട് അവർ തനിയെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേ തരത്തിൽ തന്നെയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുന്ന ഒരു നടിമാരുടെയും, ദുരനുഭവം നേരിട്ട ഒരു നടിമാരുടെയും വിശദാംശങ്ങൾ പുറത്തു വരാൻ പാടില്ല. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ പേർ ഈ പരാതിയുമായി രംഗത്തെത്തുമെന്ന തരത്തിലുള്ളൊരു നിലപാടാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ സ്വീകരിച്ചത്. ആ കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്ന തീരുമാനവും നിർണായകമായി മാറുമെന്നാണ് സൂചന. അതാണ് സാഹചര്യം. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. ഏറ്റവും പ്രധാനമായി 4 വർഷം എന്തെടുക്കുകയായിരുന്നു സർക്കാർ എന്നുള്ള ചോദ്യമടക്കം, എന്തുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയ ചോദ്യമടക്കം സർക്കാർ ഉന്നയിച്ച, ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് സർക്കാർ കൈമാറിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്.
ആലപ്പുഴ കലവൂരിലെ വയോധികയുടെ കൊലപാതകം നടന്നത് 7-ന് വൈകിട്ട് 6 മണിയോടെയെന്ന് പോലീസ് കണ്ടെത്തൽ. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്യു വിളിച്ചു വരുത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാനാണ് കുഴിയെന്ന് പറഞ്ഞു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ മാത്യുവും ശർമിളയും കുഴിയെടുക്കുന്ന സമയത്ത് അരികിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അജയന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുതിയ വിവരം ലഭിക്കുന്നത് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളൊരു വിവരം പുറത്തുവരുന്നുണ്ട്. സുഹൃത്ത് അജയനെ അടിയന്തരമായി കുഴിയെടുക്കാൻ വിളിപ്പിച്ചു വരുത്തുകയും അതിനുശേഷം കൊലപാതകം നടത്തിയ ശേഷം വളരെ വേഗം മൃതദേഹം മൂടുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റെന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ലഭിച്ച പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അജയൻ എന്ന മാത്യുവിന്റെ സുഹൃത്തും ഒപ്പം തന്നെ മേസ്തിരി പണിക്കാരനുമായ അജയിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരം തന്നെയാണ്. അതായത് ഈ 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമാകും ഈ കൊല നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അതിക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ്. കാരണം സുഭദ്ര എന്ന 72-കാരിയുടെ 2 സൈഡിലെയും വാരിയലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു, കഴുത്ത് ഒടിഞ്ഞിരുന്നു, കൈയൊക്കെ കൊലപാതക ശേഷവും കൈ തിരിച്ച് ഒടിച്ച് കെട്ടിവെച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അജയൻ പോലീസിന് നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. അതായത് മേസ്ത്രി പണി ചെയ്യുന്ന അജയനോട് ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വരണമെന്നുള്ള ആവശ്യം ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് കരുതിക്കൂട്ടിയാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ള കാര്യത്തിനകത്ത് പോലീസിന് യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ തന്നെ അജയനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ 7-ാം തീയതി വൈകിട്ടോടുകൂടി വളരെ പെട്ടെന്ന് എത്തണം, ഒരു കുഴി അടിയന്തരമായി എടുക്കേണ്ടതുണ്ട്. കാരണം പിറ്റേ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികൾ വരും, അവരെ കൊണ്ട് കുറച്ച് വേസ്റ്റ് മാലിന്യങ്ങൾ അതിനകത്തിട്ട് മൂടേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വൈകിട്ട് തന്നെ പണിസ്ഥലത്ത് നിന്നും അജയനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ അജയനാണ് അവിടെ ആ കുഴി 6 മണിക്ക് ശേഷമാണ് കുഴി എടുത്തു കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായകമായ മറ്റൊരു കണ്ടെത്തലാണ്. അതായത് ഈ ബോഡി കൊലപാതകം നടന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബോഡി അവര് ഒളിപ്പിച്ചിട്ടുണ്ട്, അതായത് കുഴിയിലിട്ട് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിനായി 1 മാസത്തിന് ശേഷം എടുക്കുമ്പോഴും ഉള്ളിൽ ജീർണാവസ്ഥ ഉണ്ടെങ്കിലും പുറമെ ഒരു സ്ട്രക്ചറൊക്കെ തന്നെ ഉള്ള ഒരു കൃത്യമായ ഒരു രൂപമുള്ള ഒരു ശരീരം, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശരീരം തന്നെയായിരുന്നു സുഭദ്രയുടേത് 1 മാസത്തിന് ശേഷവും കിട്ടിയപ്പോൾ. അതായത് ആ കൊലപാതകം നടന്ന ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ആ കുഴിയിലിട്ട് മൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അജയൻ കുഴി എടുക്കാനായി 6 മണിക്ക് ശേഷം പണിസ്ഥലത്ത് നിന്ന് ഇവരുടെ വീട്ടിലേക്ക് എത്തി. ഈ കുഴി ആ ശുചിമുറിയുടെ, അതായത് മൃതദേഹം കണ്ടെടുത്ത ശുചിമുറിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ആ കുഴി എടുത്തിട്ടുള്ളത്. ആ കുഴി എടുക്കുന്ന സമയത്ത് അയൽവാസി നൽകിയിട്ടുള്ള മൊഴി, അജയൻ കുഴി എടുക്കുമ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് തൊട്ടടുത്ത് തന്നെ മാത്യുവും ശർമിളയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 പേരും മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസിന് ഏറ്റവും സംശയകരമായി തോന്നുന്ന കാര്യം അജയൻ നൽകിയിട്ടുള്ള മറ്റു വിവരങ്ങളാണ്. അതായത് പിറ്റേ ദിവസം രാവിലെ തന്നെ അജയനോട് 8-ാം തീയതി രാവിലെ 7-ാം തീയതി രാത്രി 6 മണിക്ക് ശേഷം കുഴി എടുത്തിട്ട് പോകുന്നു. 8-ാം തീയതി രാവിലെ തന്നെ ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി വരണമെന്ന് പറയുന്നു. അജയൻ അവിടേക്ക് എത്തുമ്പോൾ ഈ കുഴി മൂടിയ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അജയൻ പോലീസ് നൽകിയിട്ടുള്ള മൊഴി. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തി മാലിന്യം നീക്കം ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ മാലിന്യം ഇട്ട് മൂടുന്ന സമയമോ ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആ കുഴി മൂടിയിട്ടും അജയന് യാതൊരുവിധ സംശയപരമായി യാതൊരുവിധ കാര്യങ്ങളും തോന്നിയില്ല എന്നുള്ള മൊഴിയാണ്. അത് പോലീസ് അത്ര വിശ്വാസത്തിൽ എടുക്കുന്നില്ല. മാത്രമല്ല, ഈ കുഴിയുടെ മുകളിൽ അകത്തുണ്ടായിരുന്ന ഒരു കട്ടിൽ, പഴയ കട്ടിലിന് പ്ലൈവുഡ് നീക്കം ചെയ്ത് ആ പ്ലൈവുഡാണ് ആ കുഴിയുടെ മുകളിൽ, കുഴി മറച്ചുകൊണ്ട് കുഴിയുടെ മുകളിലിട്ട് അവിടെ ഇവർ സിമന്റ് കൂട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇത്ര മാലിന്യം മൂടിയാൽ തീർച്ചയായും മണ്ണ് അവശേഷിക്കേണ്ടതാണ്. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് മണ്ണ് എടുത്താണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടും അജയന് സംശയം തോന്നിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം, ആ ഒരു ചിന്ത പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അജയനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിനിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും നെഞ്ചുവേദനയെ തുടർന്ന് അജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് അജയൻ വിട്ടിട്ടില്ല, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളും, അജയൻ പറയുന്ന കാര്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ
കൂടുതൽ കാര്യങ്ങൾ അജയനിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് എന്നുള്ള വിവരമാണ്. എന്തായാലും ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ശരണ്യ, പ്രധാനമായി നമുക്ക് ഇനി അറിയേണ്ടത് ഈ പ്രതികൾക്കായി പോലീസ് വലവിരിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ തന്നെ ശരണ്യ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു ഉണ്ടായിരുന്ന വാർത്തയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ നമുക്കറിയാം അത്രമാത്രം അതിക്രൂരമായൊരു കൊലപാതകം എന്ന് എടുത്തു പറയേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇത്രമാത്രം ഒരു വയോധികയെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതികളെ രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടായിക്കൂടാ. വളരെ വേഗം അവരെ പിടികൂടേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏത് ഭാഗത്താണ് അന്വേഷിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ? അന്വേഷണം 2 സംസ്ഥാനങ്ങളിലായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വേളാങ്കണ്ണി അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചും കർണാടക ഉടുപ്പി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും മുന്നോട്ട് പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം വേളാങ്കണ്ണിയിലും ഒപ്പം തന്നെ ഉടുപ്പിയിലും അടക്കമുള്ള ഇടങ്ങളിൽ ഇവർ എത്തിയ ഇടങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത്തരമൊരു അന്വേഷണ സംഘത്തിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം 7 ദിവസത്തെ ഒരു വ്യത്യാസത്തിൽ അവർ പരമാവധി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് പിന്നിൽ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം ആ കുടുംബത്തിന്, അതായത് സുഭദ്രയുടെ കടവന്ത്രയിൽ നിന്നെത്തിയ മക്കൾക്ക് വിട്ടു നൽകിയത്. അത് ഇന്നലെ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കൊലപാതകം എന്നുള്ള കാര്യം തന്നെ ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയ വിവരവും അത് തന്നെയാണ്. ഇനി ഉള്ളതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക്. ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഭദ്ര എവിടെയെന്നുള്ള ചോദ്യമായിരുന്നു. സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ പോലീസ് ഒരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പ്രതികളിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ എത്താനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. പറഞ്ഞിട്ടുണ്ടോ? നിലപാടേ ഉള്ളൂ. മുന്നോട്ടൊന്നുമില്ല, നിലപാടേ ഉള്ളൂ. ഇത് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് സമീപകാല രാഷ്ട്രീയ സംഭവവികാസം. ഈ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP RSS നേതാക്കളെ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലമായി RSSന്റെ വളർച്ച ഇവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ഉന്നതൻ തന്നെ RSS ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത്? അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്നതാണോ അല്ലെ? അജണ്ടയിലില്ലായിരുന്നു. അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. എന്താ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? നടപടി ഉണ്ടാകുമെന്നാണോ? ആ നടപടി ഉണ്ടാകുമെന്നല്ല, ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിപാടി ഉൾപ്പെടുത്തുമെന്ന്. അപ്പൊ അന്വേഷിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക്. ADGP RSS കൂടിക്കാഴ്ച പൂരം കലക്കൽ വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു. കാണുന്നതിലല്ല എന്തിന് കാണുന്നു എന്നതിലാണ് പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിൽ തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. വേറെ തിരികെ വാർത്തയിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പിക്മാർട്ട് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കയറി പിടിച്ചെന്ന നടിയുടെ പരാതി സാങ്കല്പിക കാര്യങ്ങളാണെന്ന് ജയസൂര്യയുടെ ഹർജിയിൽ പറയുന്നു. 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്നാണ് നടി പറയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി,
ഇപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ നടൻ ജയസൂര്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഹൈക്കോടതി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്ക് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും? എന്തൊക്കെയാണ് പ്രധാനമായും ജയസൂര്യയുടെ ഹർജിയിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് ഭവ്യ. ജയസൂര്യക്കെതിരെ രണ്ട് ലൈംഗിക അതിക്രമ പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതൊന്ന് കൂത്താട്ടുകുളത്തും മറ്റൊന്ന് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത രണ്ട് ലൈംഗിക അതിക്രമ പരാതികളാണ്. ഇതിലാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ജയസൂര്യ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജയസൂര്യ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പരാതിക്കാർ പറയുന്ന തീയതികൾ, അതായത് താൻ അവരോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറയുന്ന തീയതികളിൽ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തീയതികൾ കള്ളമല്ലേ? അത് തന്നെ മനഃപൂർവ്വം കുടുക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ജയസൂര്യ ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഇത് ഏതൊക്കെ വകുപ്പുകളാണ് തനിക്കെതിരെ ചുമത്തിയതെന്ന് അറിയില്ല. കാരണം താൻ ഇപ്പോൾ വിദേശത്താണ്. IPC വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതിനാൽ അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതെന്നും തനിക്കെതിരായിട്ടുള്ള പരാതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം. അതിനാൽ താൻ ബുധനാഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുവരെ തനിക്ക് ഈ കേസുമായി താൻ പൂർണ്ണമായും സഹകരിക്കും. തന്നെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരാതിക്കാരികൾ രണ്ടുപേരും ആ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അന്വേഷണ സംഘം വിശദമായി ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ഒന്ന്, പിക്മാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഒരു നടിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഒരു പെരുമാറ്റം ഉണ്ടായത്. മറ്റൊന്ന്, സെക്രട്ടേറിയറ്റിൽ ചിത്രീകരിച്ച ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ജയസൂര്യ സമാനമായ രീതിയിൽ മോശമായി തന്നോട് പെരുമാറിയെന്ന് മറ്റൊരു നടിയും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ജയസൂര്യയെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. മുൻകൂർ ജാമ്യം കിട്ടിയാൽ എന്തായാലും ബുധനാഴ്ച ജയസൂര്യ നാട്ടിൽ വരും. അത് അന്വേഷണ സംഘത്തോട് സഹകരിക്കും എന്നുകൂടിയാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. ഭവ്യ, തീർച്ചയായും നാമിയൊപ്പം ഈ യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അത് എപ്പോഴത്തേക്കാണ്? ഇതിൽ ഏക പ്രതി കൂടിയാണ് ഒമർ ലുലു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എപ്പോഴത്തേക്ക് കോടതി പരിഗണിക്കും നവമി? ഭവ്യ, ഒമർ ലുലുവിനെതിരായിട്ടുള്ള കേസ് ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. എന്തായാലും ഇന്നാണ് വിശദമായ വാദത്തിന് കേസ് പരിഗണിക്കുക. എന്തായാലും രാവിലെ തന്നെ ഉള്ള സെഷനിൽ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒമർ ലുലു ഉറച്ചു നിൽക്കുന്നത് ഉഭയസമ്മത പ്രകാരമാണ് ഈ പെൺകുട്ടിയുമായി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ സമയത്ത് തങ്ങൾ പ്രണയത്തിലായിരുന്നു. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേളയിലാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും പിന്നെ സൗഹൃദമാകുന്നതും. പിന്നീട് ഈ പെൺകുട്ടിയോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് പലയിടങ്ങളിലും, ഹോട്ടൽ മുറികളിലും മറ്റിടങ്ങളിലും ഒക്കെ പോയത്. പിന്നീട് ഈ കുട്ടിയിൽ നിന്നുള്ള പെരുമാറ്റം വളരെ പൊസസീവ്നെസ് ആയി തനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. അതിനുശേഷം ഇവരുമായി വേർപിരിയുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് താൻ ഒരു സിനിമയിൽ ഇറങ്ങുന്ന തന്റെ സിനിമയിൽ ഒരു അവസരം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. പക്ഷെ ആ സമയമായപ്പോൾ, അതായത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിക്ക് ആ സിനിമയിൽ അവസരം കൊടുക്കാഞ്ഞത് എന്നാണ് ഒമർ ലുലു പറയുന്നത്. പക്ഷെ പെൺകുട്ടി പറയുന്നത് തനിക്ക് അടുത്ത സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് താൻ ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒമർ ലുലു വാദിക്കുന്നത്. അങ്ങനെ അവസരം നൽകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമ്മതപ്രകാരം തന്നെയാണ് പെൺകുട്ടി തനിക്കൊപ്പം വന്നതെന്നാണ് ഒമർ ലുലു പറയുന്നത്. തന്റെ ഫ്ളാറ്റിലടക്കം ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നു എന്നൊക്കെ ഒമർ ലുലു പറയുന്നുണ്ട്. ഇതിന്റെ തെളിവായി തങ്ങൾ തമ്മിലുള്ള ചാറ്റുകളും ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും ഒമർ ലുലു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒമർ ലുലുവിനെ ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇനി ഒരു കേസ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്നതാണ് ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ കാത്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. വിശദ വിവരങ്ങൾ നൽകിയത് നവമി ദിനേശാണ്. നമ്മളിനി പോകുന്നത് ഇന്നലെ മലയാളികളെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയിലേക്കാണ്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശോധപരനായ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം നടക്കുക. സംസ്കാരം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലായിരിക്കും. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏകാശ്വാസമായിരുന്നു ജെൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ളൊരു വീട് പണിത് നൽകണമെന്നതായിരുന്നു ജെൻസന്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് ജെൻസന്റെ മടക്കമുള്ളത്.
ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച് 41 ദിവസത്തിനു ശേഷം വിവാഹം നടത്താനിരുന്നതായിരുന്നു ബന്ധുക്കൾ. അതിനിടയിലാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത്. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ഇന്നലെ രാത്രിയാണ് ജെൻസൺ മരണത്തിന് കീഴടങ്ങിയത്. പാലക്കാട് ലൈംഗികാതിക്രമം നടന്ന യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി സൈമനെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ വീടിന് സമീപമാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സംഘം എത്തിയപ്പോൾ കണ്ടത് വിഷം കഴിച്ച അവശനിലയിലായ പ്രതിയെയാണ്. സൈമനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് ഹയാത്ത് റീജൻസിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ 5 സംസ്ഥാനങ്ങളുടെ മന്ത്രിമാർ പങ്കെടുക്കും. സംസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥ പ്രമുഖരും പങ്കെടുക്കും. ബിജെപി സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യനും വേദിയുടെ ഭാഗമാകും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇനി ദേശീയ വാർത്തകളിലേക്ക് വന്നാൽ മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. കർഫ്യൂ അവഗണിച്ച് പ്രതിഷേധിച്ച 7 പ്രായപൂർത്തിയാക്കാത്തവരടക്കം 40 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് മണിപ്പൂർ ഗവർണർ ഉടൻ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ഗവർണർ കേന്ദ്രത്തെ അറിയിക്കും. എം.ജി. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, മണിപ്പൂർ ഇപ്പോഴും ആശങ്കയിലാണ്. കലാപം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര ഇടപെടൽ ഉണ്ടാവാത്തത്? കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് മണിപ്പൂർ ഗവർണർ അടക്കം കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. എപ്പോഴത്തേക്ക് ഇടപെടൽ ഉണ്ടാകും? വളരെ വേഗം കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഭവ്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ചില ആവശ്യങ്ങൾ ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പാലിക്കും, അതിനുവേണ്ടിയുള്ള ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ വിദ്യാർത്ഥി സംഘങ്ങളെ അറിയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ പ്രതിഷേധം ഇപ്പോഴും അയവില്ലാതെ തന്നെ തുടരുകയാണ്. ഈ ഇംഫാലിലും ഒപ്പം തന്നെ ഈ മെയ്തേ വിഭാഗങ്ങൾക്ക് കൂടുതൽ മേൽക്കെയുള്ള താഴ്വാരങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ജില്ലകളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും ഡ്രോൺ ആക്രമണവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വലിയ രീതിയിൽ സുരക്ഷാ സേനയുടെ ഒരു വലിയ വിന്യാസമുണ്ട്. നിരവധി പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ച 40ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രായപൂർത്തിയാകാത്ത 7 പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അത് അവിടുത്തെ സംസ്ഥാന DGP രാജീവ് സിംഗിനെ നീക്കം ചെയ്യണം. അദ്ദേഹത്തെ മാറ്റി പകരം മറ്റൊരാളെ സംസ്ഥാനത്തിന്റെ DGP ആയി നിയമിക്കണം. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ഈ സുരക്ഷാ ചുമതലയുള്ള കുൽദീപ് സിംഗിനെ മാറ്റണം. അതിനുവേണ്ടി പകരം ഒരു കമാൻഡറെ നിയോഗിക്കണം. ആ കമാൻഡർ മുഖ്യമന്ത്രിയുടെ അണ്ടറിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഗവർണറെ കണ്ട് ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. ഇതേ സമാനമായ ആവശ്യം മുഖ്യമന്ത്രി ബീരേൻ സിംഗും നേരത്തെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്തു. കൂടാതെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥി പ്രതിനിധികളുടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും രാജ്ഭവനിലേക്ക് കല്ലെറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും വലിയ അക്രമാസക്തവും ആവുകയും ചെയ്തിരുന്നു ആ ഒരു മാർച്ച്. അപ്പോൾ നിരവധി പേർക്ക് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ഒപ്പം തന്നെ നിരവധി പേരെ ചെയ്യപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ തടങ്കിലാക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ മോചിപ്പിക്കണം നടക്കുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഗവർണർ മുന്നിലേക്ക് വന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ്, അതായത് സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി ഈ കലാപം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അതിൽ ഒരു അയവ് വന്നത് ഈ ഇലക്ഷൻ സമയത്തായിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ കലാപാന്തരീക്ഷമാകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനോടകം തന്നെ 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ കർഫ്യൂവും ഒപ്പം തന്നെ വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് സേവനം 5 ദിവസത്തേക്ക് കൂടി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. അതിന്റെ സേവനം നിർത്തലാക്കിക്കൊണ്ടുള്ള അറിയിപ്പും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ഒപ്പം തന്നെ ബീരേൻ സിംഗ് ഒരു കേന്ദ്ര ഇടപെടൽ ഉടനുണ്ടായില്ല എങ്കിൽ രാജിവെക്കുന്നതടക്കമുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി BJP കേന്ദ്ര നേതൃത്വത്തെ
അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഗവർണർ ലക്ഷ്മൺ ആചാര്യ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആസാമിന്റെ ഗവർണർ കൂടിയാണ്, അതിന്റെ ചുമതല കൂടി വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ലക്ഷ്മൺ ആചാര്യ. അദ്ദേഹം ഗുവാഹത്തിയിൽ നിന്ന് ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളും സംസ്ഥാനവും ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. ഒപ്പം തന്നെ ഉടനടി തന്നെ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും അതിനുവേണ്ടിയുള്ള കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഗവർണർ കൃത്യമായി ഈ ഒരു കൂടിക്കാഴ്ചയിൽ അറിയിക്കുമെന്നാണ് കരുതുന്നത്. ഭവ്യ, എം ജി മിഥുനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. RSSന്റെ പ്രശ്നത്തിൽ RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ CPIഎമ്മോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം? ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കുക. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും, അതിലൊരു ആശങ്കയും വേണ്ട. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിന് സംശയമുണ്ടോ? ഇത് ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGPയെ മാറ്റണമെന്ന് CPI ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ADGP വിഷയം ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു. RJDയാണ് ADGP RSS കൂടിക്കാഴ്ച അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുന്നയിച്ചത്. പറഞ്ഞിട്ടുണ്ടോ? നിലപാടേ ഉള്ളൂ, മുന്നോട്ടൊന്നുമില്ല. നിലപാടേ ഉള്ളൂ. ഇത് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് സമീപകാല രാഷ്ട്രീയ സംഭവവികാസം. ഈ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP RSS നേതാക്കളെ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലമായി RSSന്റെ വളർച്ച ഇവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ഉന്നതൻ തന്നെ RSS ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത്? ഋഷി രാജലക്ഷ്മി എന്ന പേര് ഇന്ത്യ മുഴുവൻ മലയാളികൾക്ക് ഒരുപാട് അഭിമാനമുള്ള ഒരു പേര് കൂടിയാണ്. 2017 ആ സംഭവമാണ് നമുക്കെപ്പോഴും ഓർമ്മ വരുന്നത്. ഇപ്പോഴും എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വികാരം എന്താണ്? ഐ എം എ സോൾജർ. സോ പശ്ചാത്താപം ന ഭയം നോ റിഗ്രറ്റ് നോ ഫിയർ. ഏതാണ്ട് അന്ന് പുറത്തു വന്ന വാർത്തയൊക്കെ ജീവനോടെ ഇല്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ച് തിരിച്ചു വരാനുള്ളൊരു കറേജൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? I told you, once you get trained by Indian Army, you will come out, even from ashes. No one cried in front of me. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ശക്തിയും. കാരണം അത്രമാത്രം ശക്തമായ ഒരു സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. മലയാളത്തിന്റെ അഭിമാനം, ദ മോസ്റ്റ് ഫിയർലെസ് മാൻ, ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിക്കൊപ്പം കേരളത്തിന്റെ കേണൽ ഉത്രാടം ദിനത്തിൽ വൈകുന്നേരം 5:30-നും തിരുവോണം ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30-നും. ഓണക്കാലമായതോടെ പൂവിപണി സജീവമായി. കൊച്ചുതോവാള എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകരയിലെ കാഞ്ഞിരംകുളം ഗ്രാമവും ഓണത്തെ വരവേൽക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പൂക്കൾ എത്തുന്നത് ഇവിടേക്കാണ്. ഗുസൂർ, കുണ്ടൽപേട്ട്, തോവാള എന്നിയിടങ്ങളിൽ നിന്നും നേരിട്ട് പൂക്കൾ എത്തിക്കുന്നതിനാൽ ആവശ്യക്കാർക്ക് വിലക്കുറവിൽ ഇവിടെ പൂവ് വാങ്ങാമെന്നാണ് വ്യാപാരികൾ പറയുന്നത്.
പറഞ്ഞാൽ കാഞ്ഞിരംകുളത്തെ പൂവിപണി ഒന്നുകൂടെ സജീവമാകും. തെക്കൻ കേരളത്തിലെ കൊച്ചുതോവാള എന്നറിയപ്പെടുന്ന ഈ പൂച്ചന്തയിലേക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആൾക്കാരാണ് ദിനംപ്രതി പുഷ്പങ്ങൾ വാങ്ങാൻ എത്തുന്നത്. ഇവിടുത്തെ ഓണവിശേഷം നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പക്ഷെ പ്രധാനമായിട്ട് എന്തൊക്കെ തരം പുഷ്പങ്ങളാണ് അതിന്റെ വിപണി ഏറ്റവും കൂടുതൽ എല്ലാ പൂക്കളും എങ്ങനെയാണ് വിലവരും മറ്റേ ആൾക്കാരുടെ ആരോഗ്യം? ഇന്നത്തെ വരവ് കുഴപ്പമില്ല. മഞ്ഞ കേന്ദ്രമുണ്ട്, ഓറഞ്ച് കേന്ദ്രമുണ്ട്, വെള്ള ജമന്തി, വാടാമല്ലി, റോസ, പനിനീർ റോസ, താമര, പച്ച, പിന്നെ കോഴിപ്പൂവ്. ഈ പ്രധാനമായിട്ടും ഏത് ഭാഗത്തുള്ള ആൾക്കാരാണ് എല്ലാ മൊത്തവും ഉണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ആര്യനാട്, ആറ്റിങ്ങല്, നെടുമങ്ങാട്, പത്തനംതിട്ടയൊക്കെ ഉള്ളവർ വന്ന് മൊത്തമായിട്ട് വാങ്ങിട്ട് പോകും. കഴിഞ്ഞ വിപണി അനുസരിച്ച് കുറവല്ലേ? ഒരുപാട് കുറവ്. മറ്റേ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലൊക്കെ ഒരുപാട് കുറവ്. ഉത്തരവാദിത്തത്തിന്റെ അന്ന് എന്തെങ്കിലും കുറച്ചുകൂടെ ഇതിനങ്ങളിൽ മാറി പോകുമ്പോഴേ ഉള്ളൂ. നഗരത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്താണ് ഇങ്ങോട്ട് ഈ ഗ്രാമത്തിൽ വന്ന ഈ ഒരു പൂ വാങ്ങാനുള്ള നിങ്ങളുടെ കാരണം എന്താണ്? നല്ല വിലക്കുറവുണ്ടെന്ന് പറയുന്നതായിട്ട് പൊതുവില്. അപ്പൊ വന്ന് നോക്കി, അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ചാലയിലെന്നാണ് കളക്ട് ചെയ്തിട്ട്. അപ്പൊ അവിടത്തെക്കാളും ഒരുപാട് കളക്ഷനും ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടനവധി ഇങ്ങനെ കൂട്ടി അവിടെ ഇട്ടിക്കുന്നുണ്ട്. ചാലയിൽ പോയാൽ കൂടി ഇത്രയും നമുക്ക് കളക്ഷനും ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യവും അതിനനുസരിച്ചിട്ടുള്ള വിലക്കുറവും ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടുള്ള ഒരു നമുക്ക് വരാനുണ്ടായ കാരണം. കഴിഞ്ഞ 47 വർഷക്കാലമായി പൂവിപണിയിൽ സജീവമായി നിൽക്കുന്ന നമ്മുടെ സെൽവൻ ചേട്ടൻ നമ്മോടൊപ്പം. നമുക്ക് അദ്ദേഹത്തോട് ഇത്തവണത്തെ പൂവിപണിയെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഓണവിപണി? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഒരു വലിയൊരു ദുരന്തം വയനാടുണ്ടായി. അപ്പം ഓണമില്ല, എന്നാലും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ആദ്യമായിട്ട് ഓണമില്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തം തുടങ്ങിയപ്പോഴേ കച്ചവടം വളരെ മോശമായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല സജീവമായി. നമ്മൾ ഓഫീസുകളിലും സ്കൂളുകളിലും നാട്ടിലും എല്ലാം അത്തപ്പൂടണം എന്നുള്ളത്. അതിനുള്ള പ്രത്യേകത, കേരളീയക്ക് ആകെപ്പാടുള്ള ഒരു ഉത്സവം ഓണമാണ്. അതിൽ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. എന്താണ് ഈ കാഞ്ഞിരംകുളത്തേക്ക് എത്താനുള്ള കാരണം? വില കുറവാണ്, ഏറ്റവും അടുത്ത് അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. ഏതൊക്കെ തരം പുഷ്പങ്ങളാണ് ഇവിടെ ധാരാളം വാങ്ങുന്നത്? എല്ലാം ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? മിക്കവാറുള്ളതല്ല ഇവിടെ സീസണലായിട്ട് ഉള്ള ബിസിനസ്സാണ്. ഈ ചാല അപേക്ഷിച്ച് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാം. വില കുറവാണ് ചാലയായിട്ട്. ആദ്യത്തെ 2 ദിവസം ഓണവിപണി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കാട്ടിലും നല്ല കച്ചവടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഓഫീസുകളിലൊക്കെ എങ്കിലും നല്ല രീതിയിലുള്ള അത്തം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ അത്തം ഇടാൻ വേണ്ടി ചെറിയ രീതിയിലായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഇപ്പൊ 2 ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഈ ഓണം നല്ല ബിസിനസ് നടക്കുമെന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായി ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വിലയ്ക്കും വ്യത്യാസം വരുന്നുകൊണ്ട് അതിലുപരിയായി അതിന്റെ ഒരു ഷോർട്ടേജും വരുന്നുണ്ട്. പക്ഷെ പൂവ് ആവശ്യത്തിനത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം. പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ് ഈ പുഷ്പം എത്തിക്കുന്നത്? നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് ഒസൂറിലാണ്. ഒസൂർ, ഡിണ്ടിഗല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബാംഗ്ലൂർ ഐറ്റംസ് അല്ലാതെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തോവളെക്കാട്ടിലും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു 2 അടി കളം നമുക്ക് ഒരുക്കാൻ എത്ര രൂപയുടെ പൂക്കൾ നമുക്ക് കൊടുക്കുന്നത്? 2 അടി കണക്കാക്കുമ്പോൾ 500 രൂപ പൂ മതി. 2 അടി ചെറിയ അളവാണ്. 1 അടി 2 അടി ഈ ഒരു മേശയുടെ അളവ് 500 രൂപ പൂവൊക്കെയാണ് ഇഷ്ടം പോലെ ഇടാൻ പറ്റും. ഓണവിപണി എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഡൗണാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിരത്തി കച്ചവടക്കാർ ഒരുപാട് ഉണ്ടാവുമായിരുന്നു. പിന്നെ പല ആൾക്കാരും ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞാൽ 10 ദിവസം. ആ 10 ദിവസത്തെ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരും വന്നതിൽ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേര് സ്റ്റാഫ്, പിന്നെ വളരെ കുറച്ചാണ് സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. പിന്നെ പൂ ഇച്ചിരി വില കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇവിടെ തൊഴിലുറപ്പുകാർ കൃഷി ചെയ്യുന്നതുകൊണ്ട് ചോപ്പിനും ഇച്ചിരി വില കുറവുണ്ട്. അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കളാൽ സമ്പന്നമാണ് തെക്കൻ കേരളത്തിലെ ഈ കൊച്ചുതോവാള. കാഞ്ഞിരംകുളത്ത് നിന്നും അരുൺ മോഹൻ, ന്യൂസ് 18. ഓണത്തിന് ഒരുങ്ങാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ പൂർണ്ണമായും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഈ മലയോര ഗ്രാമമായ പറന്തൽ
ഇന്ന് അറിയപ്പെടുന്നത് ജണ്ടുമല്ലി കൃഷിയുടെ പേരിൽ കൂടിയാണ്. ഈ നെല്ലിന്റെ പേര് തന്നെ ഓണമെന്നാണ്. ഈ ഓണത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പച്ചക്കറികൾ. ഓണത്തിന് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു സാധനമാണ് ശർക്കര. പുറത്തുള്ള നമ്മുടെ മലയാളികൾക്കും ഓണം ആഘോഷിക്കണമല്ലോ. അവർക്കും സദ്യ വേണം, പച്ചക്കറി വേണം, അതിനുള്ള വിഭവങ്ങൾ വേണം. ഉത്രാടം ദിനത്തിൽ വൈകുന്നേരം 3:30-നും തിരുവോണം ദിനത്തിൽ വൈകുന്നേരം 4:30-നും നാട്ടിൻപുറത്തെ ഓണ ഒരുക്കങ്ങളിലൂടെ ഒരു യാത്ര. ഓണത്തിന്റെ സമൃദ്ധി. ചെണ്ടുമല്ലിപ്പൂക്കൾ കടൽ കടക്കുന്നു. മലപ്പുറം, കോഴിക്കോട് അതിർത്തി മേഖലകളിലെ വിവിധ ഗ്രാമങ്ങളിൽ പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലിയിലേറെയും വിവിധ കയറ്റുമതി ഏജൻസികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കോഴിക്കോട്, മലപ്പുറം അതിർത്തി പ്രദേശങ്ങളിലാണ് വിദേശ വിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കാരി സ്വദേശി മുഹമ്മദ് അൻസാർ മോങ്ങം പാത്തിപ്പാറയിൽ 1 ഏക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. അൻസാറും സഹോദരൻ മുഹമ്മദ് ഉനൈസും ചേർന്നാണ് ആദ്യ അവസാനം വരെ ജോലികൾ ചെയ്തത്. പൂക്കോട്ടൂർ കൃഷിഭവൻ മുഖേന വാങ്ങിയ 1500 തൈകളാണ് കൃഷി ചെയ്തത്. പൂക്കോട്ടൂർ കൃഷി ഓഫീസർ കെ ഇർഫാന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ഹരിദാസൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിളവെടുപ്പ് ഉത്സവവും നടത്തി. ഈ ഒരു ഓണക്കാലത്തേക്ക് മാക്സിമം പൂക്കൾ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു ചെണ്ടുമല്ലി കലണ്ടർ ഉണ്ടാക്കുകയും അതിനടിസ്ഥാനമാക്കി കൃഷിയും അതുപോലെ തന്നെ വിള പരിപാലന മുറകളും പരിശീലനങ്ങളും നൽകുകയും അതിനെ തുടർന്ന് ഈ അൻസാറിനെ പോലെയുള്ള കർഷകർ കൃഷിയിടത്തിൽ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ മുൻപത്തേക്കാൾ കൂടുതൽ ചെണ്ടുമല്ലിപ്പൂക്കൾ ഈ മേഖലകളിൽ നിന്നും ഇത്തവണ വിദേശത്തേക്ക് പറക്കും. ന്യൂസ് 18 മലപ്പുറം. ഓണക്കാലമായതോടെ പപ്പടം നിർമ്മിക്കുന്ന തിരക്കിലാണ് കൊട്ടാരക്കരയിലെ പപ്പട നിർമ്മാണശാല. മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കാൻ എവിടെ നിന്നും ചൂടപ്പം പോലെയാണ് പപ്പടം വിറ്റഴിക്കുന്നതും വിപണനത്തിന് എത്തിക്കുന്നതും. കൊട്ടാരക്കര രയിൽ നിന്നും എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. സദ്യ അല്ലേ? നമ്മളുള്ളത് കൊല്ലം കൊട്ടാരക്കരയിലെ ചേത്തടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പപ്പട നിർമ്മാണ ശാലയിലാണ്. പപ്പടം വാങ്ങാനുള്ള ഒരു തിരക്കാണ് നമുക്ക് ബാക്കിൽ കാണുന്നത്. ഓണക്കാലം വലിയ തിരക്കാണല്ലേ? പപ്പടമൊക്കെ വാങ്ങാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് പപ്പടം വാങ്ങുന്നവരാണ് നമ്മളോടൊപ്പം തന്നെ ഉള്ളത് അല്ലേ? എന്താ ഈ ഓണം ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഓണാഘോഷം ഇങ്ങനെയൊക്കെ പോകും, നല്ല ആഘോഷമാണ്, കുഴപ്പമൊന്നുമില്ല. പപ്പടമൊക്കെ ഇന്നലെ വന്ന് വാങ്ങി, ഇനിയും മേടിക്കണം. ഇവിടുത്തെ പപ്പടത്തിന് എന്താ പ്രത്യേകത? നല്ല പപ്പടം, എല്ലാവർക്കും ഇഷ്ടം. എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് വാങ്ങണം. ഗുണനിലവാരമുള്ള പപ്പടമാണ് മിക്കവാറും വാങ്ങിക്കുന്നത്. അതാണ്, ഗുണനിലവാരമുള്ള പപ്പടമാണ് ഇവിടെ വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കടയുടെ ഓണർ സജീഷ് വലിയ തിരക്കിലാണ്. പപ്പടം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം. സജീഷ് എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്? ശരിക്കും 18 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഓണക്കാലം പപ്പടത്തിലെ മൂവ്മെന്റ് കൂടുതലാണ്. നല്ല ഓർഡറുകളൊക്കെ ഉണ്ട്. ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത പാടാ. നൈറ്റിലും വർക്കുണ്ടോ? നൈറ്റില് 11:30 വരെ. അപ്പൊ ഈ ഗുരുവായൂർ പപ്പടത്തിന് വലിയ ഫേമസ് ആണ്, നമുക്ക് ഇവിടെ വലിയ പ്രിയമാണ് എല്ലാവർക്കും. അത് എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ശരിക്കും നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാല് ജനം മടിക്കാം. അതെ. നമ്മൾ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്? അതിൽ ഉഴുന്നുമാവ്, അതിനകത്ത് ഉപ്പ്, വെള്ളം, കാരം, ഇതാണ് ഇതിനകത്തുള്ളത്. ഉപ്പും വെള്ളം ലൈനാക്കിയിട്ട് ചേർക്കണേ. ഒരു കവറിൽ എത്ര പപ്പടം ഉണ്ടാവും? ഒരു കവറിൽ 20 പപ്പടം 30 രൂപ. മിതമായ റേറ്റ്. ഇപ്പൊ ശരിക്കും ഈ മേഖല എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ആദായകരമാണോ? എങ്ങനെയാ? ഇപ്പൊ ഇച്ചിരി ഉഴുന്നിനൊക്കെ ഇച്ചിരി വില കൂടി നിൽക്കുന്ന സമയമാണ്. പിന്നെ കോമ്പറ്റീഷനാണ് ഏറ്റവും കൂടുതൽ. അതാണ് നമ്മളെല്ലാരും പരാജയപ്പെടുത്തുന്നത്. മായങ്ങളുടെ പപ്പടങ്ങളൊക്കെ ഭീഷണിയാവാറുണ്ടോ? ഞങ്ങൾക്ക് സംഘടന ഉണ്ട്, കെറ്റ്മായ എന്നുള്ള സംഘടന ഉണ്ട്. അതിനകത്ത് മായം ചേർക്കാൻ പറ്റത്തില്ല. സംഘടന അനുസരിച്ചുള്ള ഇത് മാത്രമേ നമ്മൾ ചെയ്യാൻ ഒക്കത്തുള്ളൂ. മാനദണ്ഡങ്ങൾ മാത്രം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു നിർമ്മാണ രീതി ഒന്ന് നോക്കാം. ഇത് മാവ് കുഴയ്ക്കുന്ന ഒരു സെക്ഷനാണ് അല്ലേ? അപ്പൊ ഈ മാവിന്റെ ചേരുവകൾ എന്തൊക്കെയാണ്? അതില് ഉപ്പ്, വെള്ളം, കാരം, പപ്പടകാരം, വേറെ ഒന്നുമില്ല. ഇത് കുഴച്ച് കിട്ടുന്ന മിശ്രിതമാണ് നമ്മൾ പപ്പടമായിട്ട് വരുന്നത്. അത് നമുക്ക് അപ്പുറത്ത് കാണിക്കാം. മാവ് കുഴച്ചിട്ട് ഇതേപോലെ ഷീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ റോളറിനകത്ത് കൂടെ കയറ്റി വിടുന്നത്. ഷീറ്റാക്കി കട്ട് ചെയ്യും. കട്ട് ചെയ്യും. ഇത് ഈ റോളറിനകത്ത് കൂടെ കയറ്റി വിട്ടിട്ട് ഇത് കണ്ട മാവ്, കുഴച്ച മാവ് ഷീറ്റാക്കി
കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇല്ല, ചേട്ടന്റെ പേര് എങ്ങനെയാ? ബിനീഷ്. എത്ര വർഷം കൊണ്ട് ഫീൽഡിലുണ്ട്? ഇവിടെ 20 വർഷത്തോളമായി. 20 വർഷത്തിന് മേലെയായി ഇവിടെ ഈ ഒരു ജോലിയായിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ മറ്റു നിർമ്മാണങ്ങളിലേക്ക് പോവാം. ഇവിടെയാണ് ഇതിന്റെ പ്രധാന അല്ലേ ഘടകം. അതെ, അങ്ങനെ ഇവിടെ ഷീറ്റ് കയറ്റി വിടുകയാണ്. ഇവിടുന്നാണ് ഇത് ഷീറ്റാക്കി കയറ്റി വിടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വരുന്നു അല്ലെ, കട്ട് ചെയ്തിട്ട് അച്ചാണ്. ഈ അച്ചിനകത്താണ് കട്ടാവുന്നത്. കട്ടായിട്ട് എല്ലാം കൃത്യമായ അളവിലാണ് കട്ടായി വരുന്നത് അല്ലെ. പണ്ട് കാലങ്ങളിൽ കൈകൊണ്ട് പറ്റുന്ന രൂപം മെഷീനാക്കി ഇതിനകത്ത് എടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ തട്ടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പണ്ടത്തെ ആ ഫീല് കിട്ടും പപ്പടത്തിന്. അതായത് നമ്മൾ പൊറോട്ട കല്ലിലിട്ട് ചൂടാക്കി അടിച്ചെടുക്കുന്നത് പോലെ അതേ ഒരു ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ അല്ലെ. അങ്ങനെയാണ് പപ്പടത്തിന്റെ അവസാന ഘട്ട നിർമ്മാണം ഇവിടെ പൂർത്തീകരണത്തിലേക്ക്. എത്ര നാൾ കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ? ഇവിടെ വന്നിട്ട് 1.5 വർഷമായി. എങ്ങനെയുണ്ട് പപ്പട നിർമ്മാണം? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുക? ഇഷ്ടപ്പെട്ടു. അപ്പോ നിരവധി ആൾക്കാരാണ് ഈ പപ്പട നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നത്. ഇതിന്റെ തനിമ ഒന്നും നഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ നിറവോ അതുപോലെ തന്നെ രുചിഭേദങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ മലയാളികൾക്ക് വളരെ പ്രിയമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂർ പപ്പടം. ഫിനിഷ് ന്യൂസ് 18 കൊട്ടാരക്കര. കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണവിപണന മേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. 50ഓളം കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഇനം ഉൽപ്പന്നങ്ങളാണ് ഓണം വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഓണത്തിന് ആവശ്യമായ 100-ലേറെ ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ വിപണനമേളയിൽ പ്രധാനമായും വിൽക്കുന്നത്. വിവിധ തരം ഉപ്പേരി, ശർക്കര വരട്ടി, പച്ചക്കറികൾ, അച്ചാറുകൾ, പായസക്കൂട്ടുകൾ തുടങ്ങി ഓണസദ്യയ്ക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് കുടുംബശ്രീ സ്റ്റോളുകൾ വഴി ലഭിക്കും. എല്ലാ വിഭവങ്ങളും, പൂവ്, പച്ചക്കറി, അതുപോലെ ഉപ്പേരി തന്നെ 100 തരത്തിലുള്ള ചിപ്സ് ഉണ്ട്. അതോടൊപ്പം 100 തരത്തിലുള്ള അച്ചാറുണ്ട്. മറ്റന്നാൾ 150 തരത്തിലുള്ള ചെറുധാന്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമേളയുണ്ട്. അങ്ങനെ മുഴുവൻ നമുക്ക് ഓണത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു. 30 കോടിയുടെ വിറ്റുവരവാണ് ഇത്തവണ ഓണക്കാലത്ത് കുടുംബശ്രീ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓണത്തിനാവശ്യമായ പൂ മാത്രമല്ല, പച്ചക്കറിയും പഴവും കുടുംബശ്രീ സമ്മാനിക്കും. ഇത് ഓണവിപണിയുടെ വിലക്കയറ്റത്തെ വൻതോതിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ് കുടുംബശ്രീയുടെ ഇടപെടൽ. ഇതിനൊക്കെ അർഹമായ പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. 50-ൽ പരം കുടുംബശ്രീ സംരംഭകരുടെ സ്റ്റോളുകളാണ് മേളയിലുള്ളത്. സെപ്റ്റംബർ 14 വരെയാണ് വിപണനമേള. ന്യൂസ് 18 പത്തനംതിട്ട. ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഓണപ്പൂക്കളം ഒരുക്കാൻ അപൂർവ ഇനമായ മുക്കുറ്റി വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുകയാണ് നടുവിൽ സ്വദേശിയും റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ എ വി പ്രകാശൻ. 1000-ഓളം മുക്കുറ്റി ചെടികളാണ് പ്രകാശന്റെ വീട്ടുമുറ്റത്ത് ഇടതൂർന്നു നിൽക്കുന്നത്. ഒരു കാലത്ത് വീട്ടുമുറ്റത്തും തൊടികളിലും നിറഞ്ഞു നിന്നിരുന്ന മുക്കുറ്റി ഇന്ന് അപൂർവ കാഴ്ചയാണ്. കേരളീയ ഗ്രാമീണതയുടെ ബിംബമെന്നാണ് കവികളും സാഹിത്യകാരും മുക്കുറ്റിയെക്കുറിച്ച് വർണ്ണിച്ചെഴുതിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കളെത്താൻ തുടങ്ങിയതോടെ മലയാളികളുടെ പൂക്കളങ്ങളിലും മുക്കുറ്റിക്ക് സ്ഥാനമില്ലാതെയായി. പലയിടത്തും കാണാനുമില്ല. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ എ വി പ്രകാശന് പൂക്കളോട് സ്നേഹം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പലയിടങ്ങളിൽ സഞ്ചരിച്ച് പരിസ്ഥിതി സംബന്ധമായ ഫോട്ടോകൾ പകർത്തുന്നതും ഇദ്ദേഹത്തിന് ഹരമാണ്. ഓണപ്പൂക്കളം ഒരുക്കാനായാണ് 1000-ഓളം മുക്കുറ്റിച്ചെടികൾ ഇത്തവണ പുരയിടത്തിൽ നട്ടുപരിപാലിക്കുന്നത്. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാൽ പലരും ഇത് മരുന്നായും ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ കായാമ്പൂ അടക്കമുള്ളവയും പ്രകാശൻ വീടിന് സമീപം നട്ടുവളർത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. കെട്ടിട നമ്പറില്ലാത്ത കള്ളുഷാപ്പുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം കള്ളുചെത്തു വ്യവസായത്തിന് തിരിച്ചടിയാകും. സർക്കാർ തീരുമാനമുണ്ടായാൽ സംസ്ഥാനത്തെ 50% ഷാപ്പുകളും പൂട്ടേണ്ടിവരും. 5170 കള്ളുഷാപ്പുകളുണ്ട് കേരളത്തിൽ. കെട്ടിട നമ്പറില്ലാത്ത കള്ളുഷാപ്പുകളുടെ ലൈസൻസ് പുതുക്കേണ്ടെന്നാണ് നികുതി വകുപ്പിന്റെ തീരുമാനം. അങ്ങനെ സംഭവിച്ചാൽ 50% കള്ളുഷാപ്പുകളും അടച്ചുപൂട്ടേണ്ടി വരും. കെട്ടിട നമ്പറില്ലാത്ത കള്ളുഷാപ്പുകൾക്ക് അടുത്ത മാസം മുതൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. വിൽക്കുന്ന കള്ളിന്റെ അളവ് അടിസ്ഥാനമാക്കി 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ലൈസൻസ് ഫീസ്. തൊഴിലാളി സംഘങ്ങൾ നടത്തുന്ന ഷാപ്പിന് 500 രൂപ മാത്രമാണ് ലൈസൻസ് ഫീസ് ഈടാക്കുന്നത്. പകുതി കള്ളുഷാപ്പുകളും അടച്ചുപൂട്ടുന്നതോടെ ഷാപ്പ് തൊഴിലാളികൾ തൊഴിൽ രഹിതരാവും.
ഞങ്ങളിപ്പം ഇത് ഈ തൊഴിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ബ്രേക്കായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം വന്നാൽ പണിയില്ലാതായി കഴിഞ്ഞാൽ ഞങ്ങളെന്താവും എന്താ ചെയ്യുക? ഞങ്ങൾക്ക് വേറൊരു തൊഴിൽ അറിയില്ല. അപ്പോൾ അത് എന്തായാലും സർക്കാർ നല്ല രീതിയിൽ കൂടെ തന്നെ ഇതിൽ കൊണ്ടുപോകണം. എന്താ പറയുക, നന്നായി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു നല്ലൊരു തീരുമാനത്തിലെത്തണം. കോടതി ഉത്തരവനുസരിച്ചാണ് കെട്ടിട നിർമ്മാണങ്ങൾ നിർബന്ധമാക്കിയതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. കെട്ടിടങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കാതെയുള്ള ഒത്തുതീർപ്പുകൾ സാധ്യമല്ലെന്നും എക്സൈസ് വകുപ്പ് പറയുന്നു. നിയമപരമായ മുന്നറിയിപ്പ്: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കേരളത്തിലെ പകുതിയോളം കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടുമ്പോൾ ഇവിടെയുള്ള തൊഴിലാളികളുടെ പുനരധിവാസം സർക്കാരിന് എങ്ങനെ നടത്താൻ കഴിയും? എന്തായാലും ഒരു പുനരാലോചന ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. സ്വകാര്യ ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിക്കാൻ സ്പേസ് എക്സിന്റെ പോളാരിസ് ദൌത്യം 4 യാത്രികരുമായി ചൊവ്വാഴ്ച വിക്ഷേപിച്ച പേടകം ഭൂമിയുടെ ഭ്രമണപഥങ്ങൾ താണ്ടി. കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A വെച്ച് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. വ്യവസായിയായ ജാരഡ് ഐസാക്മാനും US വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ലഫ്റ്റനന്റ് കേണൽ സ്ക്വാഡ് കിഡ് പൊറ്റീറ്റ്, എഞ്ചിനീയർമാരായ സാറ ഗില്ലീസ്, അന്ന മെനോൻ എന്നിവരും അടങ്ങുന്ന സംഘമാണ് പോളാരിസ് ദൌത്യത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ വ്യക്തികൾ യാത്ര നടത്തുന്നതോടെ ഇത് ഒരു ചരിത്ര നേട്ടമാകും. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം. നമസ്കാരം.